എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ മില്ലേനിയം സ്ക്വയറിലാണുള്ളത്, ബ്രിസ്റ്റോൾ തന്നെയുള്ള. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മളതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരെ നമുക്ക് ഒന്നിച്ചത് കണ്ടിട്ട് വരാം. കണ്ടോ, നിങ്ങൾ ഈ ബാക്കി കാണുന്ന സംഭവം കണ്ടോ? താഴാണ് ലവ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ UK അല്ലെങ്കിൽ യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഈ ലണ്ടൻ ബ്രിഡ്ജിലൊക്കെയാണ് സാധാരണ പറയുന്നത് ലവ് ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ കപ്പിൾസ് വന്നിട്ട് ഇവിടെ രണ്ടുപേരും ഒന്നിച്ച് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവരിവിടെ അവരുടെ ആഗ്രഹം സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ചേരാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ഇവിടെ ഈ ഭാഗത്തെ ബ്രിഡ്ജിൻ്റെ പല ഭാഗങ്ങളിലെല്ലാം ഇഷ്ടംപോലെ താഴെകൾ കാണാം, ലോക്കുകൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മൾ എത്തിയേക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലേനിയം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബ്രിസ്റ്റോളിൻ്റെ ഏകദേശം സിറ്റിയുടെ സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇവിടെ ഒരു ജൈൻ വീൽ ഉണ്ട്, അതായത് ആകാശൂഞ്ഞാലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്ലിയർ പിക്ചർ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സോ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എൻട്രൻസ്. സോ ഇതിലേക്ക് കയറി ഇതൊരു മാതിരി ഇവിടെ നിന്ന് സ്കാൻ ചെയ്യണം. ടിക്കറ്റ് ഇൻസ്പെക്ഷൻ പ്ലേസ് ബാർകോഡ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ബ്രിസ്റ്റോൾ അക്വേറിയത്തിൻ്റെ അകത്ത് കയറി. ഇതാ ഇവിടെ വിവിധ തരത്തിലുള്ള മീനുകളുടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അക്വേറിയത്തിൻ്റെ അകത്ത് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ തരം മീനുകളാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത് ഇവർ ഏതായാലും നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടോ മീനുകളെ കാര്യങ്ങൾ ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ അതാ ഇതുണ്ടോ കാഴ്ചകളും ഓരോ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി. പിന്നെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ ഇവർ തന്നെ പറയുന്നുണ്ട്, അതായത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഗൈഡിൻ്റെ വേണമെങ്കിൽ സഹായം വേണമെങ്കിൽ നമുക്ക് തേടാം, വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തത് തേടാം. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല, ഞങ്ങളല്ലാതെ തന്നെ ഇതായിട്ട് കാണുവാണ്. ഇതുണ്ടോ പല മീനുകളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇതുണ്ട്. LED ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടു നടന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ ഒരു ടൈപ്പായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഓൾമോസ്റ്റ് കോപ്പിറൈറ്റ് സംഭവങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ ഓഡിയോ എടുക്കാതെ, അതായത് ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ നമുക്ക് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, പക്ഷേ ഫ്ലാഷ് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം അതായത് അക്വേറിയത്തിലുള്ള മീനുകൾക്കും അവരുടെ ഒരു ഇതായിട്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റൂൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഫ്ലാഷ് ഒന്നും ഇട്ടിട്ടില്ല, ഫ്ലാഷ് ഇടാതെയാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. ഇത് ഈ ഗുഹ പോലുള്ള ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടോ, അതേ കൊമ്പ് പുറത്തിട്ടിരിക്കുന്നത്, ഇത് ലോബ്സ്റ്ററാണ്. കോമൺ ലോബ്സ്റ്റർ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ലോബ്സ്റ്ററുകൾ അതിൻ്റെ അകത്ത് ഒരു 3-4 ലോബ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഉണ്ടോ ഈ വിഷ്വലിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് ലോബ്സ്റ്ററാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെയും കാഴ്ചകൾ കണ്ടത് ഇതുണ്ടോ, ഇത് വലിയൊരു അക്വേറിയം പോലെ ഇഷ്ടംപോലെ മീനുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അതിൻ്റെ എല്ലാം അടുത്ത് പോയി നിൽക്കാം. അപ്പം ഇത് ഏകദേശം അതിൻ്റെ താഴേക്കടെ എല്ലാം ഇതുണ്ട് ഒരു സമുദ്രത്തിൻ്റെ ഒരു സംഭവമായിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിത്തട്ടൊക്കെ പോലുള്ള രീതിയിൽ കുറേ പെട്ടികൾ കാര്യങ്ങളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അണ്ടർ വാട്ടറിലൊക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂബ ഡൈവിങ് ചെയ്തേച്ച് അടിയിൽ പോകുമ്പം പല സംഭവങ്ങളൊക്കെ കാണുന്നത്, ആ ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇതേ മീനുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത് കാണുമ്പം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ അവിടെ മീനുകളുടെ ഇതിൻ്റെ ആയിട്ട് കാണാൻ പാകത്തിനായിട്ട് പല രീതിയിലുള്ള ലൈറ്റിങ്സ് എല്ലാം കാര്യങ്ങൾ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര അടുത്തായിട്ട് ഒരു ഒരു അക്വേറിയത്തിലെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അത്ര അടുത്തായിട്ട് മീനുകളെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം.
ഒരു ഹോണ്ടഡ് ഹൗസ് പോലത്തെ ഒരു ടൈപ്പ് ഡിസൈൻ, അതായത് അണ്ടർ വാട്ടറിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ഹോണ്ടഡ് ഹൗസ് എങ്ങനെയാണ് ആ ഒരു രീതിയിലൊക്കെ ആയിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തേക്കണേ. ഇത് നോക്കിയാൽ സ്റ്റാർ ഫിഷാണ്. സ്റ്റാർ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വിഷ്വൽസ് ഓരോരോ ഇതിൻ്റെ LCD ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡിലുള്ള ഓരോ വിഷ്വൽസും എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഓരോരോ മീനുകളെയും കാര്യങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് നടന്നു. ഇത് അത്യാവശ്യം കാണാൻ അത്യാവശ്യം നല്ലൊരു കാഴ്ചയുണ്ട്. ഇവിടെ മീനുകളുടെ മാത്രമല്ല, ഡിനോസർ അങ്ങനെ പോലുള്ളവയുടെ ഒരു എവല്യൂഷൻ ഹിസ്റ്ററി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചാർട്ടുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ആയിട്ട് അതിൻ്റെ പിക്ചർ അടക്കമുള്ള സംഭവങ്ങളെല്ലാം ഹിസ്റ്ററി, അതിൻ്റെ ഒരു നെയിംസ്, ജനറിക് നെയിം, അങ്ങനെയുള്ള സ്പീഷ്യസ് നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതേ താഴേക്കട മീനുകൾ കാര്യങ്ങളൊക്കെ പോകുന്നു. ഇവിടെ ഈ ഡിസൈൻ ചെയ്തേക്കണ ഒരു ഡിസൈൻ, ഇത് സംഭവം കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഈ പാറക്കുളങ്ങൾ അല്ലെങ്കിൽ മീനൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു സിമിലാരിറ്റി തോന്നി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മേളിലൊരു ഡിനോസറിൻ്റെ ഒരു പ്രതിമ പോലത്തെ ഒരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇതുണ്ടോ, പ്ലാന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം അവർ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ ഇവരൊരു ഇതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു പ്രകൃതി രമണീയത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ ബൊഗെയിൻ വില്ല നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോണ വഴിക്കൊക്കെ ഇഷ്ടംപോലെ കാണുന്ന സംഭവമാണ്. കടലാസ് റോസ അല്ലെങ്കിൽ ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞ ആ ഒരു ചെടിയൊക്കെ ഇവിടെ കാണാൻ പറ്റിയപ്പം നല്ലൊരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഇപ്പം നാട്ടിൽ നിന്ന് പോകുന്ന ഞാൻ ഇവിടെ ആയെങ്കിലും നാട്ടിലുള്ള പല സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുമ്പോൾ പെട്ടെന്ന് എസ്പെഷ്യലി ഒരു സന്തോഷം തോന്നുമല്ലോ. ഇതുണ്ടോ, ഒരു മരത്തിൻ്റെ ഒരു സംഭവം ഒരു സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ലേക്ക് മലാക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മലാക്കിയുടെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്.
ചെറിയ ചെറിയ മീനുകൾ, ഡിസൈനർ ടൈപ്പ് മീനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ വെച്ചത് അടുത്ത ഒരു മീനിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്ക് നമ്മൾ കയറി. അപ്പം അത് മീൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ചില ഭാഗങ്ങളിൽ ഇത് നീരാളിയൊക്കെ ഉണ്ട്. നീരാളി, ഒക്ടോപ്പസ്. ഇത് നീരാളി കേട്ടോ, നീരാളി ഉണ്ടോ. നീരാളി അതിൻ്റെ ഇതൊക്കെ ഇട്ട് കൈകളും കാലുകളും ഒക്കെ ഇട്ടിട്ട് പലതരത്തിലുള്ള നീരാളിയുണ്ട്. പലതരത്തിലുള്ള ഒക്ടോപ്പസ് സ്പീഷീസുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. പല ഭാഗങ്ങളിൽ ഇതേപോലെ ആണെങ്കിൽ LCD ഇത് TV സ്ക്രീനിൽ ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വിഷ്വലായിട്ട് കാണിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്. മീനുകളെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആംബിയൻസും അതിനനുസരിച്ച് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്തേക്കണ അക്വേറിയങ്ങൾ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ പലപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അക്വേറിയത്തിൽ വരുന്നത്. ഇതൊക്കെ എന്തോ കടലിൽ കാണപ്പെടുന്ന എന്തൊക്കെയോ സ്പീഷ്യസ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ എല്ലാം ഞാൻ അതിൻ്റെ വിഷ്വൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രിസ്റ്റോളിൻ്റെ ഒരു സിറ്റിയുടെ ഒരു പഴയ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളാണ് അവിടെ ഒരു ഇടയ്ക്ക് സെറ്റ് ചെയ്തേക്കണത്. ഇത് സ്പൈനി സ്റ്റാർ ഫിഷ്. ഇതാണ് സ്പൈനി സ്റ്റാർ ഫിഷ്, ഈ കാണുന്നതാണ്. ഇഷ്ടംപോലെ മീനുകൾ പോകുന്നു. കടലിൻ്റെ അടിത്തട്ടൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോളിങ് ഫിഷ്. ഇത് നോക്കിയേ, ഇതൊരു വലിയൊരു അക്വേറിയം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതുണ്ടോ, നല്ല അത്യാവശ്യം നല്ല രീതിയിലായിട്ട് സെറ്റ് ചെയ്തേക്കണ ആണ്. മീനുകൾ തേരാപാര ഒന്നു സേഫ്റ്റിക്ക് വേണ്ടിയായിട്ട് ഇവരാണെങ്കിൽ ലൈഫ് റാക്കറ്റ് ഇവിടെ സൈഡിൽ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എങ്ങാനും അബദ്ധവശാൽ ആരെങ്കിലും ആളുകൾ അതിലേക്ക് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയായിട്ട് ലൈഫ് റാഫ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ സീ ഹോഴ്സാണ്. സീ ഹോഴ്സ് ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ റൗണ്ട് പോലെ കണ്ട സംഭവം ഉണ്ടല്ലോ, അതവിടെ പിള്ളേർക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തലയിട്ടിട്ടായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലായിട്ട് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പീഷീസുകളുടെ കാര്യങ്ങളെല്ലാം പല ബോട്ടിലുകളിൽ അങ്ങനെയെല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ കടലിൻ്റെ ഒരു അടിത്തട്ടിലുള്ള കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഒരു രീതിയിലായിട്ട് വെള്ളമൊക്കെ ഇതെല്ലാം വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കടലിൻ്റെ അടിയിലുള്ള ആൽഗകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം കണ്ട പോലത്തെ രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു അക്വേറിയം അല്ല ഒരു ഫിഷ് ടാങ്ക് പോലെ ഒരു സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അകത്തെത്തി. ഇവിടുത്തെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. മീൻ മാത്രമല്ല, ഇതുണ്ടോ പല രീതിയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. അതിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ തെരണ്ടി എന്ന് പറഞ്ഞ സാധനം കണ്ടെന്ന് നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. തെരണ്ടി എന്ന് പറഞ്ഞ സംഭവം, അതിൻ്റെ ഒരു അറ്റത്തൊരു വാല് പോലെ ഒരു സംഭവം ഉണ്ട്. അത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ പോയിസൺ ആണെന്നൊക്കെ ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം തെരണ്ടി മീൻ അതിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ട് പിന്നെയും പല വെറൈറ്റി ഫിഷ് ഐറ്റംസ് അതിൻ്റെ എല്ലാം വിഷ്വൽസും പകർത്തി പിന്നെ മുമ്പോട്ട് നടന്നു. ഇതുണ്ടോ, ഇത് തന്നെ ആ ഫിഷ് ടാങ്കിൻ്റെ ആ സംഭവം തന്നെയാണ്. ഇത് ഒരു സൈഡിൽ ഇതുണ്ടോ ലൈറ്റൊക്കെ നല്ല രീതിയിലായിട്ട് ആംബിയൻസിനനുസരിച്ച് ഇരുണ്ട വെളിച്ചത്തിൽ നല്ല രീതിയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വിസിറ്റ് ചെയ്ത ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇതുണ്ടോ, ഇത് പല വെറൈറ്റി ഓഫ് ഫ്രോഗ്സ് ആണ്, അതായത് തവളകളുടെ പല വെറൈറ്റീസാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം മീൻ മാത്രമല്ല, പല രീതിയിലുള്ള ഇതുണ്ടോ തവള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ, പല വെറൈറ്റി ടൈപ്സ് ഓഫ് തവളകൾ. അതിൽ ചിലത് പോയിസണുള്ള ടോക്സിക് ഫ്രോഗ്സ്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ പിന്നെ മീനിൻ്റെ ആ ഒരു അതിൻ്റെ ഇൻസൈഡ് ഇതുണ്ട്, സമുദ്രത്തിൻ്റെ ഒക്കെ അടിത്തട്ട് പോലുള്ള രീതിയിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ട്, ഇത് നമ്മുടെ കന്നാരച്ചക്കയുടെ ചെടിയാണ്. ഇതുണ്ട് കാപ്പിക്കുരുവിൻ്റെ ഒരു
ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. ഇത് കാപ്പിമരമാണ്. അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള അതായത് പ്ലാന്റ്സ്, മരങ്ങൾ, കാര്യങ്ങൾ. ഇവിടെ ഈ പോണ വഴിക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടവും പിന്നെ അതേ മണി പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവരൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ വെള്ളച്ചാട്ടം ചാടുന്ന കണ്ടോ. കുറച്ച് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിട്ട് ഇതിൻ്റെ ഔട്ട്ഡോർ ഏരിയാസ്, കുറച്ച് ഏരിയാസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഒരു ഈ മാത്രമല്ല ഇതിൻ്റെ ചോട്ടിക്കടയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു കുളിർമ ഇതൊക്കെ ആയിട്ട് ഇതുണ്ട്. ബ്രാഞ്ചസ് കാര്യങ്ങളെല്ലാം തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാരുടെ മേത്തേക്കൊന്നും ഇതാവാതിരിക്കാൻ വേണ്ടി അവർ വലകൾ കാര്യങ്ങളൊക്കെ സേഫ്റ്റി ഐറ്റംസ് എല്ലാം വെച്ചിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനുശേഷം ഞങ്ങൾ വന്നെത്തി. ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അവിടെ ആമകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അവിടെ അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ കുളത്തിൻ്റെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യുമായിരുന്നു. അതായത് ഇതിൻ്റെ ഓരോ ടൈമിൽ ഇതിൻ്റെ ടെമ്പറേച്ചറുകൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യായിരുന്നു. സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡൈവിങ് കിറ്റൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റാഫ് പുള്ളിക്കാരി പോയി ഓരോ സ്ഥലത്തും പോയി ലൈറ്റിൻ്റെ ചോട്ടിൽ പോയി ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത് കൂട്ടിയിട്ട് കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ വരുമ്പം ഇന്ന ടൈമിങ്സ് അവിടെ പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ഇവരെ അതായത് മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. നമുക്ക് തന്നെയായിട്ട് ഫീഡ് ചെയ്യാം. അപ്പം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുമോ? ചിലപ്പോൾ വരുമായിരിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ച് അതും കഴിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതുപോലെയുള്ള ഇനി പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ഓരോരോ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ വിത്ത് അസ്. ബൈ ബൈ.